2024-25 ഫൈനാൻഷ്യൽ ഇയറിൽ പ്രോപ്പർട്ടി വിറ്റവരാണോ നിങ്ങൾ എങ്കിൽ 23 ജൂലൈ 2024 ശേഷമാണ് നിങ്ങൾ പ്രോപ്പർട്ടി വിറ്റതെങ്കിൽ ഇത്രയും നാൾ നിങ്ങൾ കമ്പ്യൂട്ട് ചെയ്തിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നിങ്ങൾ ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യേണ്ടതും നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ടതുമായിട്ടുള്ളത്. എന്താണ് 23 ജൂലൈയിൽ സംഭവിച്ചത്? On real estate and gold and other assets. So earlier the rate was 20% with indexation. It has now been reduced to 12.5% without indexation. Basically, we have a very, very simple, easy regime. 2024 ബഡ്ജറ്റിലൂടെ ഗവൺമെന്റ് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എടുത്തു കളയുകയും എന്നാൽ ടാക്സ് റേറ്റ് 20% നിന്ന് 12% ചുരുക്കുകയും ചെയ്തു. ഇതിന് നമുക്കൊരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. നിങ്ങൾ 2000-ൽ 1 കോടി രൂപക്ക് ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചു എന്ന് കരുതുക. നിങ്ങൾ ആ പ്രോപ്പർട്ടിയെ 23 ജൂലൈ 2024 മുന്നേ വിൽക്കുകയാണെങ്കിൽ നേരത്തെ പ്രൊവിഷൻസ് അനുസരിച്ച്, അതായത് ബഡ്ജറ്റ് വരുന്നതിന് മുൻപ് വെച്ച് നിങ്ങളുടെ ക്യാപിറ്റൽ ഗെയിനെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ വില ഒരു അപ്രീസിയേഷൻ കഴിഞ്ഞ്, അതിനെയാണ് ഇൻഡെക്സേഷൻ എന്ന് പറയുന്നത്. ഇൻഡെക്സേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിച്ചത് മുതൽ ഇന്ന് വരെയുള്ള ഇൻഫ്ലേഷനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടുള്ള വാല്യൂവിനാണ് നമ്മൾ ഇൻഡെക്സേഷൻ എന്ന് പറയുക. ഈ ഇൻഡെക്സേഷന് ശേഷം നിങ്ങളുടെ കോസ്റ്റ് എന്ന് പറയുന്നത് 3,63,00,000 രൂപയും നിങ്ങൾ വിൽക്കുന്ന വില 3,03,75,00,000 ആണെങ്കിൽ ആ ഡിഫറൻസ് ആണ് നിങ്ങളുടെ ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് വരിക. അതായത് 12 ലക്ഷമാണ് നിങ്ങൾക്ക് ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് വരുന്നതും അതിന്റെ മുകളിൽ 20% 2,40,000 രൂപയുമാണ് നിങ്ങൾ ടാക്സ് ആയിട്ട് നൽകേണ്ടിയിരുന്നത്. എന്നാൽ 23 ജൂലൈ 2024 ശേഷമാണ് നിങ്ങൾ പ്രോപ്പർട്ടി വിറ്റതെങ്കിൽ നിങ്ങൾക്ക് ഈ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ലഭിക്കുകയില്ല. അതായത് നിങ്ങളുടെ വാല്യൂ ഓഫ് ആ വിറ്റ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് 1 കോടി രൂപ തന്നെ, അതായത് വാങ്ങിയ പ്രൈസ് തന്നെ ആവുകയും നിങ്ങളുടെ ലാഭം 2,75,00,000 രൂപയാവുകയും ചെയ്യുകയും അതേസമയം നിങ്ങൾക്ക് 2,75,00,000 രൂപയുടെ മുകളിൽ 12.5% ടാക്സ് ആപ്ലിക്കബിൾ ആവുകയും ചെയ്യുന്നു. അതായത് നേരത്തെ 2,40,000 രൂപ ടാക്സ് നൽകിയ സ്ഥാനത്ത് നിങ്ങൾക്ക് 2,75,00,000 രൂപയുടെ മുകളിൽ 12% 34,37,500 രൂപ ടാക്സ് ആയിട്ട് നൽകേണ്ടി വരുന്നു. The point there is we wanted to simplify the approach to taxation. അപ്പോൾ അതായത് ഇൻ എഫക്ട് ടാക്സ് റേറ്റ് കുറയുകയാണെങ്കിലും നിങ്ങൾക്ക് അപ്രീസിയേഷൻ എന്ന സംഭവം ലഭിക്കാത്തത് മൂലം നിങ്ങളുടെ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കൂടുകയും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ടാക്സ് അധികരിക്കും. എന്നാൽ ശക്തമായ എതിർപ്പുകൾ വന്നതോടെ ഗവൺമെന്റ് ഇൻഡെക്സേഷനെ ഒരു ഓപ്ഷനായി കൊണ്ടുവരികയും ചെയ്തു. എന്ന് വെച്ചാൽ നിങ്ങൾ റെസിഡന്റ് ആയ ഇൻഡിവിജ്വൽ ആണെങ്കിൽ